വർക്കല ശിവഗിരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീനാരായണ ഗുരുമന്ദിരത്തിൻ്റെ 30ാമത് വാർഷിക യോഗം ഈ വരുന്ന ഡിസംബർ 6, 7 തീയതികളിൽ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യവിവരങ്ങൾ ധരിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് ഗുരുമന്ദിര കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഷൈൻ, ട്രഷറർ ശ്രീ പ്രദീപ്, ആഘോഷ കമ്മിറ്റി കൺവീനർ ശ്രീ സണ്ണി, വൈസ് പ്രസിഡന്റ് മധു, ഞാൻ അനിൽകുമാർ, മുൻകാല പ്രസിഡൻ്റായിരുന്നു, ഇപ്പോൾ SNDP ശിവഗിരി യൂണിയൻ്റെ കൗൺസിലറാണ്. കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് വളരെ ഗുരുദേവൻ്റെ ദർശനങ്ങളിൽ അടിയുറച്ച് ആ ദർശനങ്ങൾ പ്രചരിപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് ശിവഗിരി അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കൊച്ചു ഗുരുമന്ദിരത്തിൽ നടന്നു വരാറുള്ളത്. വളരെ ഫലപ്രദമായിട്ടുള്ള കാര്യങ്ങൾ, ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നമ്മൾ ചെയ്യുന്നത്. ഒരു ആഘോഷ പരിപാടി എന്നതിന് ഉപരിയായിട്ട് തന്നെ നിർധനരായിട്ടുള്ള കിടപ്പ് രോഗികൾക്ക് അവരെ ജാതി മത ഭേദമന്യേ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അവർക്കുള്ള ചെറിയ ധനസഹായം, 10,000 രൂപയുള്ള ധനസഹായം കൊടുക്കുന്നുണ്ട്. എല്ലാ വർഷവും ഒരു 4 പേരെയാണ് അതിൽ തിരഞ്ഞെടുക്കുന്നത്. അത് ഈ വർഷവും കൊടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു ആഘോഷ അല്ലെങ്കിൽ ഒരു ഉത്സവത്തിന് ഉപരിയായിട്ട് ഗുരുദേവ ദർശനങ്ങൾ പുതിയ തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി പല രീതിയിലുള്ള സംസ്കാരമുള്ള പല ജാതി വിഭാഗങ്ങൾ ഒത്തൊരുമിക്കുന്ന ഒരു കൊച്ചു പ്രദേശത്ത് ആ ദർശനങ്ങൾ കൃത്യമായിട്ട് ജനഹൃദയങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി എല്ലാ വാർഷിക യോഗത്തിലും നമ്മൾ ഒരു സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിക്കാറുണ്ട്. ആ സാംസ്കാരിക സമ്മേളനത്തിൽ സാംസ്കാരിക നായകന്മാർ, കലാകാർ തുടങ്ങിയ നിരവധി ഒട്ടേറെ ബഹുമുഖ പ്രതിഭകൾ പങ്കെടുക്കാറുണ്ട്. എല്ലാ വർഷവും തന്നെ കലാശ്രേഷ്ഠ അവാർഡ് എന്ന ഗുരുദേവൻ്റെ നാമത്തിലുള്ള ഒരു അവാർഡ് നമ്മൾ കൊടുക്കാറുണ്ട് കഴിഞ്ഞ 30 വർഷമായിട്ട്. ഇത്തവണ അതിന് അർഹതായിരിക്കുന്നത് സുപ്രസിദ്ധ സിനിമാ താരം ശ്രീ നന്ദുവാണ്. 25,000 രൂപയും ഫലകവുമാണ് കൊടുക്കുന്നത്. ശിവഗിരി ധർമ്മസംഘം ജനറൽ സെക്രട്ടറി ബഹുമാന്യ ശുഭാംഗാനന്ദ സ്വാമികളാണ് ആ അവാർഡ് ദാനം നിർവഹിക്കുന്നത്. ആ ചടങ്ങ് അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാന്യനായ വർക്കല MLA ശ്രീ ജോയി അവർകളാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് UDFൻ്റെ കൺവീനറും MP-യുമായ ശ്രീ അടൂർ പ്രകാശാണ്. അതിനുശേഷം മറ്റ് കലാപരിപാടികളും എല്ലാം സാധാരണഗതിയിൽ നടക്കുന്ന രീതിയിൽ തന്നെ നടക്കുകയാണ്. ആ നാട്ടിലെ തന്നെ ജനങ്ങൾക്ക് പ്രയോജനമാകുന്ന രീതിയിലുള്ള സാംസ്കാരികമായി ഉണർവുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. അതിന് മുന്നോടിയായിട്ട് ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ ഈ അവാർഡിന് അർഹരായിട്ടുള്ളവരെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ കൊടിയേറ്റം ഗോപി, ജഗദീഷ് ശ്രീകുമാർ, ശ്രീകുമാരൻ തമ്പി, MG ശ്രീകുമാർ, കവിയൂർ പൊന്നമ്മ, മധുപാൽ, സുകുമാരി, KPSC ലളിത തുടങ്ങിയവരൊക്കെയാണ്. അവസാനമായിട്ട് കഴിഞ്ഞ വർഷം അഖിൽമാരാർക്കായിരുന്നു. അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ ഒരു ജൂറി, അന്തരിച്ചു പോയ GK പിള്ള ചേട്ടൻ ജൂറി ചെയർമാനായിട്ടായിരുന്നു നമ്മളത് ആദ്യ കാലഘട്ടത്തിൽ തുടങ്ങിയത്. അതിനുശേഷം നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പാനലാണ് ഈ അവാർഡ് തീരുമാനിച്ചത്. ഡിസംബർ 7 നടക്കുന്ന ആ പരിപാടി 6-ാം തീയതി കുട്ടികളുടെ ഒരുപാട് കായിക കലാപരിപാടികളെല്ലാം ഉണ്ട്. ആ പരിപാടികളും അവിടെ നടക്കുന്ന സമ്മേളനങ്ങളും എല്ലാം വ്യക്തമായ രീതിയിൽ ഈ സമൂഹത്തിൽ അറിയിക്കുവാൻ വേണ്ടി നമ്മുടെ പാളയംകുന്ന്, നേരത്തെ സൂചിപ്പിച്ചു, പാളയംകുന്ന് ജനതാ ജംഗ്ഷൻ, വർക്കല പാളയംകുന്ന് ജനതാ ജംഗ്ഷൻ എന്നുള്ള സ്ഥലത്താണ് ഇത് നടക്കുന്നത്. ഷൈൻ ഗുരുമന്ദിരത്തിൻ്റെ പ്രസിഡൻ്റാണ്. മിസ്റ്റർ പ്രദീപ് ട്രഷററാണ്. ശ്രീ സണ്ണി ഇതിൻ്റെ ആഘോഷ കമ്മിറ്റി കൺവീനറാണ്. ശ്രീ മധു
വൈസ് പ്രസിഡൻ്റാണ്. ഞാൻ അനിൽകുമാർ. ഞാൻ മുൻകാല ആദ്യകാല പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ ഞാൻ SNDP യോഗം ശിവഗിരി യൂണിയൻ്റെ കൗൺസിലർ കൂടിയാണ്. അതെ, അതിൻ്റെ മാനദണ്ഡം സമൂഹത്തിൽ ഏറ്റവും ദാരിദ്ര്യം അനുഭവിച്ച് ചികിത്സാ സഹായം ലഭിക്കാതെ കിടപ്പ് രോഗികളായിട്ട് കിടക്കുന്ന ആൾക്കാരെ കണ്ടെത്തി. അത് ജാതി മത ഭേദമന്യേ ആരാണെന്ന് അത് നോക്കാറില്ല. കാരണം ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങളെ തന്നെ കണ്ടാൽ അറിയാം, നമ്മൾ എല്ലാവരും ഒരു ജാതിയെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരല്ല. വിശേഷിച്ചും അവിടെ ബാക്ക്വേർഡ് ക്ലാസ്സസ് ഒരുപാട് ഉള്ള ഒരു ഏരിയയാണ്. അത് ഗുരുവിൻ്റെ ദർശനം വളരെ കൃത്യമായിട്ട് അവരിൽ എത്തിക്കുക എന്നുള്ളത് ഒരു വലിയ ഉദ്ദേശമാണ്. എത്രമാത്രം അത് സ്വാധീനിക്കുന്നു എന്നുള്ളത് അറിയാൻ കഴിയുന്നില്ല. പക്ഷേ എല്ലാ വർഷവും നമ്മൾ അത് ചെയ്യുന്നു. ഇതിൻ്റെ ട്രഷറർ എന്ന് പറയുന്നതും മറ്റ് എല്ലാവരും നമ്മൾ വിഭിന്ന മത ജാതി ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഗുരുദർശനം കൃത്യമായിട്ട് നടപ്പാക്കുന്ന ഒരു ഗുരുമന്ദിരമാണ് നമുക്ക് അസന്നിഗ്ധമായിട്ട് പറയുവാൻ. നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണം ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.